നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ ഷൊർണൂർ PK ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഒക്കെ തീർന്നു. കഴിഞ്ഞ ആഴ്ച റേഷൻ പഞ്ചാര വാങ്ങിയില്ലല്ലോ. കഴിഞ്ഞ 5 ദിവസമായി ചികിത്സയിലായിരുന്നു. 200-ൽ പരം സിനിമകളിലും 25-ൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും മീന അഭിനയിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ കാര്യമാണോ പറയണത്? പിന്നല്ലാതെ നാട് മുഴുവൻ വിറപ്പിച്ചിടുന്ന ഭാർഗവൻ ചട്ടമ്പിയുടെ മോനല്ലേ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങളിലൂടെ മീന പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു. 1942-ൽ പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ ജനിച്ച മീന തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവന്റെ മകളാണ്. സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത്. 1976-ൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് സിനിമയിലെത്തിയെങ്കിലും 1991-ലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീന ഗണേഷ് സിനിമയിൽ സജീവമായത്. തുടർന്ന് 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, പുനരധിവാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. 1971-ൽ പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും നടനുമായ MN ഗണേഷിനെയാണ് മീന വിവാഹം ചെയ്തത്. വിവാഹശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 3 വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നു. KPSC, SL പുരം, സൂര്യസോമ, ചങ്ങനാശ്ശേരി ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, അങ്കമാലി പൗർണമി, തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ, കൊല്ലം ട്യൂണ, ചാലക്കുടി സാരഥി, തൃശൂർ യമുന, അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിലും മീന അഭിനയിച്ചിട്ടുണ്ട്. സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ്, സംഗീത എന്നിവരാണ് മക്കൾ. നിനക്കൊന്നും കാണാൻ പറ്റണില്ലല്ലേ.